ഈ സയൻസ് ഈ സയൻസ് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മാസ്റ്റേഴ്സിനെ ഡോക്ടർ ഹനുമാൻ, ഡോക്ടർ റൈക്കെ ജി എഡ് ഹാമർ എന്നിവരെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ അറിവിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസിന്റെ ക്ലാസ് നടന്നു. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റിനെ പറ്റിയായിരുന്നു സംസാരിച്ചത്. ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് കുറച്ച് കാര്യങ്ങളെ പറ്റി അന്ന് സംസാരിച്ചു. അന്ന് എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നതാണ്, ഒരു learninggmm.com നിന്നും ഷിസോഫ്രനിക് കോൺസ്റ്റലേഷന്റെ ആ ഒരു ഭാഗം മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വായിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വായിച്ചായിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട്. വായിച്ചെങ്കിൽ നല്ല കാര്യം. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് തുടർന്നു പോവാം. ഇന്ന് ഞാൻ എഴുതിയിരുന്നത് പോലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. സെൽഫ് ഡീവാലുവേഷൻ ഇതൊരു വളരെ വലിയ ഒരു ചാപ്റ്ററാണ്. സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത് ടെറിട്ടോറിയൽ പ്രശ്നങ്ങൾ, ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്, ടെറിട്ടോറിയൽ ഫിയർ, ടെറിട്ടോറിയൽ ആങ്കർ, ടെറിട്ടോറിയൽ ലോസ്, ഇതിൻ്റെ എല്ലാം കൺട്രോളിങ് സെൻട്രൽ സെറിബ്രൽ കോർട്ടക്സ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ബ്രെയിൻ ഭാഗമാണ് സെറിബ്രൽ കോർട്ടക്സ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും കൺട്രോൾ ചെയ്യുന്ന, എല്ലാവിധ പ്രോബ്ലംസിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടക്സ് കൺട്രോൾഡ് ഓർഗൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും പിറകിൽ നിന്നും ബാക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസിനെ പറ്റിയാണ്, അതിൻ്റെ കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. സെറിബ്രൽ മെഡുല, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്റർ എന്നാണല്ലോ. ഔട്ടർ ഗ്രേ മാറ്റർ, ഇന്നർ വൈറ്റ് മാറ്റർ. അപ്പോൾ വൈറ്റ് മാറ്റർ അഥവാ സെറിബ്രൽ മെഡുല എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ജെർമിനൽ ലെയർ ആണെങ്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മീസോഡേമൽ ഒറിജിനാണ്. ഈ മീസോഡേമൽ ഒറിജിൻ ആയിട്ടുള്ള സെല്ലുകൾ, അതല്ലെങ്കിൽ ആ ഓർഗനുകളാണ് സെറിബ്രൽ മെഡുല കൺട്രോൾ ചെയ്യുന്നത്. ഈ മീസോഡേമിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഓൾഡ് മീസോഡേം ഉണ്ട്, ന്യൂ മീസോഡേം ഉണ്ട്. ഓൾഡ് മീസോഡേം ഓൾഡ് ബ്രെയിനിന്റെ ഭാഗമാണ്, ന്യൂ മീസോഡേം ന്യൂ ബ്രെയിനിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ന്യൂ മീസോഡേമിന്റെ ഭാഗമായ ഓർഗൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല റൈറ്റിങ്സുകളിലും അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുൻപ് പഠിച്ചത് പ്രകാരം സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ സെറിബ്രൽ മെഡുല ആ ഓർഗൻസിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ കുറേ അവയവങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. ഏറ്റവും കൂടുതലുള്ളത് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂസ് അതല്ലാതെ തന്നെ വരുമ്പോൾ നമുക്ക് ലിവർ പാരൻകൈമയുണ്ട്, കിഡ്നി പാരൻകൈമയുണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റിസ്, ഓവറി, വെൻട്രിക്കിൾ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കുലർ പാരൻകൈമ, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ മെഡുല കൺട്രോൾഡ് ഓർഗൻസ് ഉണ്ട്. അപ്പം ടെസ്റ്റിസ് ആൻഡ് ഓവറിയിലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, ലോസ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസിന്റെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ സെല്ലുകളിലെല്ലാം സെൽ ലോസ് ആണ് ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ സെല്ല് നഷ്ടപ്പെട്ടു പോകും. ഏത് കണക്റ്റീവ് ടിഷ്യൂസ് ആണെങ്കിലും, ഇപ്പം ബോൺ ആണെങ്കിലും ടെൻഡൻ ആണെങ്കിലും മസിൽസ് ആണെങ്കിലും ലിഗമെന്റ്സ് ആണെങ്കിലും ലിംഫ്
ടിഷ്യൂസ് ആണെങ്കിലും, അതല്ലെങ്കിൽ ഇനി ഓവറിയും പാരൻകൈമയാണെങ്കിലും, ടെസ്റ്റിക്കുലാർ പാരൻകൈമയാണെങ്കിലും, ഇവിടെ എല്ലാം സംഭവിക്കുന്നത് സെൽ ലോസ് ആണ്. അപ്പൊ സെൽ ലോസ് എന്നത് എന്തിനായിട്ടാണ് സെൽ ലോസ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസിൽ ആദ്യമേ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ അഡീഷൻ ആണ് എന്ന് പറഞ്ഞാൽ സെൽ ട്യൂമർ ഫോർമേഷൻ ആണ്. ഇവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അവിടെ ഫങ്ഷണൽ ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനത്തിൽ കുറവ് സംഭവിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം, ഇപ്പൊ പല്ലിന്റെ ഭാഗമാണെങ്കിൽ പല്ലിന്റെ ഡെൻഡൈൻ, ഇപ്പൊ ഡെൻഡൈൻ നഷ്ടപ്പെട്ടു പോകുന്ന പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. ഏറ്റവും പുറത്തുള്ള കോർട്ടിക്കൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഭാഗത്തിന് ഉള്ളിൽ ഇനാമലാണ് സെറിബ്രൽ കോർട്ടെക്സ് കൺട്രോൾഡ് ഭാഗം പല്ലിന്റെ. അപ്പം ഡെൻഡൈൻ ആണ് ഇത്. ഡെൻഡൈൻ നഷ്ടപ്പെട്ടു പോകുന്നു. അത് പലപ്പോഴും അത് വ്യക്തികൾ അറിയാറില്ല. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ. പക്ഷേ കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ സംയോജക കലകൾ വരുന്ന സമയത്ത് ഈ സെൽ നഷ്ടപ്പെടുത്തലിനോടൊപ്പം തന്നെ ഒരു ഫങ്ഷണൽ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഒരു ബോണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഒരു മസിലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രവർത്തനത്തിൽ കുറവ് സംഭവിക്കാറുണ്ട്. ആ കുറവ് നികത്തപ്പെടുന്ന ഹീലിംഗ് ഫേസിലാണ്. ഹീലിംഗ് ഫേസിൽ ഫങ്ഷൻ കൂടുതലാകുന്നു. അതിനുശേഷം സെൽ ഗ്രോത്തും നോർമൽ ആകുന്നു. സെൽ ഗ്രോത്ത് ഉണ്ടായിട്ട് ഫങ്ഷൻ തിരിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഫിഫ്ത്ത് ബയോളജിക്കൽ ക്വിൻറ്റിസെൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഈ സ്പെഷ്യൽ ബയോളജിക്കൽ പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് നിലവിലുള്ള അവയവങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ കൈകാൽ കൊണ്ടോ കാലുകൾ കൊണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ പറ്റാതിരിക്കുക. ആ ടാസ്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുന്നതാണ് നമ്മൾ വിലയില്ലാത്തവരാകുന്നത്. ആ സെൽഫ് ഡീവാല്യുവേഷൻ, ആ വിലയില്ലാത്തവരാണ് എന്നുള്ള നമ്മുടെ തോന്നലിൽ നിന്നും ശരീരം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന് വേണ്ടി സെല്ലുകളെ നഷ്ടപ്പെടുത്തി സെൽ ലോസ് ഉണ്ടായി പുതിയ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലുകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ബയോളജിക്കൽ പർപ്പസ്, ദ പർപ്പസ് ഓഫ് ദി സ്പെഷ്യൽ പ്രോഗ്രാം, അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഹീലിംഗ് ഫേസിന്റെ അവസാനമാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ഉണ്ടാകുന്നു, ഹീലിംഗ് ഫേസിൽ സെൽ റീപ്ലേസ്മെന്റ് ഉണ്ടാകും. സെൽ റീപ്ലേസ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിനെയെല്ലാം നമ്മൾ വിളിക്കുന്ന മീസെൻകൈമൽ ട്യൂമേഴ്സ് ആണ് പറയുന്നത്. മീസോഡേമിൽ ഒറിജിനൽ ആയിട്ടുള്ള അവിടുന്ന് ട്യൂമറുകളാണ്. അത് ആക്ച്വലി സംഭവിക്കുന്നതെല്ലാം സെൽ റീപ്ലേസ്മെന്റ് ആണ്. സാർക്കോമാസ്, ബോണിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ബോണിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു, ആ ബോണിന്റെ ആ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ വരുന്നത് കണ്ടെത്തുമ്പോൾ നമ്മൾ വിളിക്കുന്നത് സാർക്കോമയാണ്. അപ്പം വേദനകളും ഈ ഒരു ഇതിനകത്ത് വല്ലാതെ ഉണ്ടാകാറുണ്ട്. അതിന്റെ ഹീലിംഗ് ഫേസിൽ വേദനകളുണ്ട്. ഒരു സെക്കൻഡ്, കുറച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ മലയാളം വാക്ക് പറയുകയാണെങ്കിൽ, സെൽഫ് ഡിവാല്യുവേഷൻ കോൺഫ്ലിക്റ്റിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് സൈക്കിക് ബോധതലത്തിൽ വരികയാണെങ്കിൽ അപകർഷതാബോധം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് അപകർഷതാബോധം. ഈ അപകർഷതാബോധം നമ്മൾ കാണാറുണ്ട് ധാരാളം ആൾക്കാർ, കുട്ടികളിലും വലിയവരിലും എല്ലാവരിലും അപകർഷതാബോധമുണ്ട്. ഈ അപകർഷതാബോധം കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപകർഷതാബോധത്തിൽ നിന്നാണ്. ആ അപകർഷതാബോധം ആ വ്യക്തിക്ക് വേറൊരാളുടെ സമാനമായിട്ട്, അതല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ വഴിയായിട്ട്, അതല്ലെങ്കിൽ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരെ കൂടുതൽ അടിച്ചിരുത്തി സംസാരിക്കുന്നത് കൊണ്ട് വഴിയായിട്ടും ആ അപകർഷതാബോധം ഉണ്ടാകും. അപ്പോൾ സെൽഫ് ഡീവാല്യുവേഷൻ എന്ന വാക്കിന് അർത്ഥമാണ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ആകുന്നത്. അപ്പൊ ഇത് പൊതുവെ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഭാഗം വരുന്നുണ്ട്? നമുക്ക് കാർട്ടിലേജസ് ഉണ്ട്, ടെൻഡൻസ് ഉണ്ട്, ലിംഫ് നോഡ് ഉണ്ട്, ലിംഫ് വെസൽസ് ഉണ്ട്, പിന്നെ ബോൺ. അപ്പൊ ഓരോ ഭാഗത്തെയും ഏത് ടിഷ്യൂസിനെയാണ്
ഇത് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഏത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡീവാല്യുവേഷൻ ആണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിലേക്കൊന്ന് നമുക്കൊന്ന് ഒരു നക്ഷലായിട്ടൊന്ന് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ അപകർഷതാബോധം എന്ന ഒരു വാക്കിനെ നമുക്ക് നമ്മൾ ഏത് തരത്തിലുള്ള ടിഷ്യൂസിനാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പൊ നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്, ഏതെങ്കിലും ഒരു ജോയിന്റിലാണെങ്കിൽ, ജോയിന്റിൽ പെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലിനാകാം, ഫൈബ്രസ് ക്യാപ്സ്യൂളിനാകാം, അതല്ലെങ്കിൽ അതിന്റെ മസിൽസിനാകാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും ആകാം. പക്ഷെ അത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാൻ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ലക്ഷ്യം. ഇതിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ കാർട്ടിലേജ്, ടെൻഡൻ, ലിംഫ് നോഡ്സ്, ലിംഫ് വെസൽസ്, ഇതിനെല്ലാം ഉണ്ടാകുന്നത് ഫാറ്റ് ടിഷ്യൂസ്, ഇതിനെല്ലാം വരുന്നത് ലൈറ്റ് സെൽഫ് ഡീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സെൽഫ് ഡീവാല്യുവേഷൻ. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറവ് എവിടെയാണ് എന്ന് ശരീരം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സൈക്കിക് കൺസെപ്റ്റ് അനുസരിച്ച്, അതല്ലെങ്കിൽ അവരുടെ ആ ഏത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്, അവരുടെ ആ പെർസെപ്ഷനെ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഫാറ്റ് ടിഷ്യൂസിനാണ് ഉണ്ടാകേണ്ടത്. ഫാറ്റ് ടിഷ്യൂസിന് ഉണ്ടാകുമ്പോൾ നമ്മൾ ലിപ്പോമ എന്ന് വിളിക്കുന്നു, ഫൈബ്രസ് ടിഷ്യൂനാണെങ്കിൽ ഫൈബ്രോമ എന്ന് വിളിക്കുന്നു, മസിൽസിനാണെങ്കിൽ മയോമ എന്ന് വിളിക്കുന്നു. ഏത് ഭാഗത്തിലാണോ വരുന്നത് ആ ഭാഗത്തിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം അതിൽ ബോണിനുണ്ടാകുന്നത് മാത്രമാണ് സിവിയർ സെൽഫ് ഡീവാല്യുവേഷൻ ആണെങ്കിൽ ബോണിനാണ് വരുന്നത്. അപ്പോൾ ഒരു ജോയിന്റ് പെയിനിൽ വരുന്ന സമയത്ത് ബോണിൽ വരികയാണെങ്കിൽ ആൾ സിവിയർ സെൽഫ് ഡീവാല്യുവേഷന് ഇരയായി എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ശരീരത്തിലുള്ള ഓരോ ഭാഗത്തെ പറ്റിയും ഞാൻ 1-2 ഫോട്ടോസ് അയച്ചിരുന്നു. ഓരോ ഭാഗത്തിനും ഓരോ രീതിയിലാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്കൾ, തലയാണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് എടുക്കുകയാണെങ്കിൽ, സ്കളിനാണെങ്കിൽ ഇന്റലക്ച്വൽ സെൽഫ് ഡീവാല്യുവേഷൻ. ഇന്റലക്ച്വൽ സെൽഫ് ഡീവാല്യുവേഷൻ എന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബൗദ്ധികപരമായ ഒരു പ്രശ്നം, ബൗദ്ധികപരമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പലപ്പോഴും സ്കള്, അതല്ലെങ്കിൽ നെക്ക് റീജിയൻസിൽ ഉണ്ടാകാറുണ്ട്. നെക്ക് റീജിയൻസ് എന്ന് പറയുമ്പോൾ കഴുത്തിന് പലപ്പോഴും നമ്മൾ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സെൽഫ് ഡീവാല്യുവേഷന്റെ ഫലമായിട്ടാണ്. ഇന്റലക്ച്വൽ സെൽഫ് ഡീവാല്യുവേഷൻ അത് പല ആൾക്കാർക്കും എനിക്ക് ബൗദ്ധികപരമായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു നിശ്ചിത ജോലി ചെയ്യുന്നതിന് ആവശ്യമായ കഴിവില്ല, എനിക്കതിനുള്ള ഒരു പ്രശ്നങ്ങൾ കഴിവില്ല എന്ന് ചിന്തിക്കുമ്പോൾ അതാണ് ഇന്റലക്ച്വൽ സെൽഫ് ഡീവാല്യുവേഷൻ. അപ്പോൾ നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു കഴുത്തുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് ചോദിക്കാം, ഇന്റലക്ച്വൽ സെൽഫ് ഡീവാല്യുവേഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാൻഡഡ്നെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബൈലാറ്ററൽ പ്രശ്നമുണ്ട്. അപ്പം വലതു ഭാഗത്തിന് അഫക്ഷൻ അല്ല, ഇടതു ഭാഗത്തിനുണ്ട്. വലതു ഭാഗത്തിനൊക്കെയുള്ള നമ്മൾ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പാർട്ട്ണർ സൈഡാണ് റൈറ്റ് സൈഡ് ഫോർ എ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ. ലെഫ്റ്റ് ഹാൻഡഡിൽ അത് നേരെ തിരിഞ്ഞു വരും. ഈ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ പാർട്ട്ണർ, ജോലി, ചുറ്റുപാടുള്ള സ്ഥലം, അക്വൈൻറ്റൻസ് എന്ന് പറയുന്നതെല്ലാം റൈറ്റ് സൈഡിലാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ മദർ ചൈൽഡ് എന്നതാണ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഈ സെറിബ്രൽ മെഡുല കൺട്രോൾഡ് ഓർഗൻസിൽ എല്ലായിടത്തും ഹാൻഡഡ്നെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ തലയിലേക്ക് വരുമ്പോൾ സെൽഫ് ഡീവാല്യുവേഷൻ, കണ്ണിനാണെങ്കിൽ കണ്ണിന്റെ ഓർബിറ്റിന് ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മളെ പറ്റി ഒരു മോശം അഭിപ്രായം പറയുക, നിങ്ങളുടെ കാഴ്ചയെ പറ്റി, നിങ്ങൾ നിൽക്കുന്ന സംഭവം പിന്നെ കാഴ്ചയിൽ വളരെ മോശമായിട്ടാണ് എന്നുള്ളത് എന്ന് പറഞ്ഞ് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നിങ്ങളെ കണ്ടാൽ ഒരു പിശാചിനെ പോലെ ഇരിക്കുന്നു, അല്ലെ ചെകുത്താനെ പോലെ ഇരിക്കുന്നു, അല്ലെ നിങ്ങളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മൃഗത്തെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടുമ്പോൾ നമുക്കൊരു അങ്ങനെയുള്ള വ്യക്തികളിൽ കണ്ണിന്റെ ബോണിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ജോസിന് വരുന്നത്
നോട്ട് ബീങ് ഏബിൾ ടു ബൈറ്റ്, ഒരാളെ കടിക്കാൻ പറ്റുന്നില്ല. ഈ കടിക്കുക എന്ന വാക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കണക്കാക്കേണ്ട ഉപദ്രവിക്കുക, നമ്മൾക്ക് തിരിച്ചു ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. കുട്ടികളിലൊക്കെയാണ് അത് ഏറ്റവും കൂടുതലൊക്കെ വരുന്നത്. അപ്പോൾ ബൈറ്റ് കോൺഫ്ലിക്റ്റ് അതിന്റെ ഒരു ഫലമായിട്ടാണ് ബൈറ്റ് കോൺഫ്ലിക്റ്റ് വരുന്നത്. സ്റ്റെർണം റിബ് ഇതിനൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ പ്രദേശത്തുണ്ടാകുന്ന ഏതെങ്കിലും രോഗത്തെ പ്രതി ഉണ്ടാകുന്ന ഒരു വിഷയം, മാസ്റ്റക്ടമി അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ, ഹാർട്ടിനുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ, അല്ലെങ്കിൽ ലങ്സിനുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇന്റേണൽ സർജിക്കൽ പ്രൊസീജിയറിന് ശേഷം പലർക്കും സ്റ്റെർണത്തിന് അല്ലെങ്കിൽ റിബിന് ഒരു വിഷയങ്ങൾ വരാറുണ്ട് ഡിവാലുവേഷന്റെ ഫലമായിട്ട്. അതുപോലെ പിന്നെ വരുവാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൽ വരുമ്പോൾ മൊത്തം സ്പൈനൽ കോഡിനെ നമുക്ക് പിരിച്ചു പറയുമ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ അഫക്റ്റിംഗ് ദ എൻറ്റയർ പേഴ്സണാലിറ്റി, ഒരു വ്യക്തിയുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന, മൊത്തമായിട്ടുള്ള ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്ത് വരുന്ന സമയത്ത് സ്പൈനൽ കോഡിനെ അഫക്റ്റ് ചെയ്യാൻ പറയുക. ഇപ്പം നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു ജീവിതകാലത്തെ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, ജീവിതകാലത്തെ മുഴുവൻ പ്രശ്നങ്ങളും ഇല്ലാതാകുമ്പോൾ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ സ്പൈനൽ കോഡിനെയാണ് ബാധിക്കുന്നത്. ഈ സ്പൈനൽ കോഡിൽ തന്നെ തൊറാസിക് സ്പൈനിനും ബാധിക്കുന്നതും അതല്ലെങ്കിൽ ലംബാർ സ്പൈനിനെ ബാധിക്കുന്നതിനും വ്യത്യാസമുണ്ട്. ലംബാർ സ്പൈനിന് ബാധിക്കുന്നത് പലപ്പോഴും സപ്പോർട്ടില്ലായ്മ, നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരാൾ നടുവേദന, ലോവർ ബാക്ക് പെയിൻ ആയിട്ട് വരുമ്പോൾ പറ്റുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. നമ്മൾ അവരോട് കൂടുതലായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ആശയത്തിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പലപ്പോഴും ഈ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. സേക്രൽ പെയിൻ, നമ്മൾ കോക്കീജിയൽ പെയിൻ, കോക്കീജിയൽ ഡിമ എന്ന് പറയുന്നത്, അത് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഈ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻസ് അങ്ങനത്തെ ചില പ്രശ്നങ്ങളുള്ള വ്യക്തികളിലൊക്കെ ഈ സേക്രൽ പ്രശ്നങ്ങളുണ്ട്. കോക്കിഡിമ എന്ന് പറയുന്ന കോക്കിക്സിനും കൂടെ കൂടിയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ചിലർ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ ടോയ്ലറ്ററി ഡിസ്ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ തെരുതെരുന്നെപ്പോഴും ബാത്റൂമിൽ പോവുക, അതല്ലെങ്കിൽ എന്തെങ്കിലും IBS പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടോയ്ലറ്ററി ഫങ്ഷൻസിൽ അവരിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ മൂലവും ഈ ബോഡിന് ചിലപ്പോൾ ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ അടുത്ത് പറയാൻ പ്യൂബിക് ബോൺ. പ്യൂബിക് ബോണിൽ എപ്പോഴും ഒരു സെക്ഷൽ പ്രോബ്ലത്തിനോടനുബന്ധിച്ചാണ്, സെക്ഷൽ ഡീവാലുവേഷൻ ഉണ്ടാകുമ്പോഴാണ് പ്യൂബിക് ബോണിന് പ്രോബ്ലം ഉണ്ടാകുന്നത്. ഫെർട്ടിലിറ്റി ഇല്ലായ്മ വരിക, അതല്ലെങ്കിൽ പിന്നെ സെക്ഷലി ഫ്രിഡ്ജിഡ് ആകുക, അതല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും സെക്ഷലി എന്തെങ്കിലും മോശപ്പെട്ട റിമാർക്സ് കേൾക്കേണ്ടി വരിക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ പ്യൂബിക് ബോണിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഷോൾഡർ അടുത്തത് പറയുകയാണെങ്കിൽ ജനറൽ റിലേഷൻഷിപ്പ്, അതായത് പൊതുവെ ഷോൾഡറിന്റെ പ്രശ്നം പലപ്പോഴും ഉത്തരവാദിത്വം ചെയ്തില്ല അല്ലെങ്കിൽ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല എന്നാണ്. ഷോൾഡറിനെ പറ്റി നമ്മൾ പിന്നെ മലയാളത്തിൽ പറയാറുണ്ട് ബാക്കിയുണ്ട്, അതെല്ലാം എൻ്റെ തോളിലാണ്. ശരിക്കും നമ്മുടെ നാട്ടിൽ പറയുന്ന പല ഈ പഴഞ്ചൊല്ലുകളും, ഈ പഴഞ്ചൊല്ലുകൾക്കകത്തെല്ലാം തന്നെ ഈ ഒരു ആശയം നിലനിൽപ്പുണ്ട്. എൻ്റെ വയറ്റിപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ മോർസൽ കോൺഫ്ലിക്റ്റ്, എല്ലാം എൻ്റെ തോളിലാണ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഇപ്പൊ പെട്ടെന്ന് ഓർത്ത ഒരു കേസാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഇടതുവശത്തെ തോളിന്, ഒരു KSRTC ഡ്രൈവറായിരുന്നു, അയാളുടെ ഇടതുവശത്തെ തോളിന് മാത്രം ഭയങ്കര വേദന. അപ്പം വണ്ടി ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇടത് തോളിന് വേദന വന്നു. നോക്കിയപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ടോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇതൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസായിരുന്നു. ഞാൻ ഈ ഒരു ആശയത്തിനെ പറ്റി, GSK ആശയത്തെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് വിജയകർ സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നാണ് ഷോൾഡർ റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടികളെ പ്രതി, അദ്ദേഹത്തിന്റെ കുട്ടികളെ പ്രതി എന്താണ് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പറഞ്ഞതാണ്, 3 കുട്ടികളുണ്ട്, 3 കുട്ടികളിൽ പെട്ടെന്ന് വൈഫ് വിദേശത്തേക്ക്, നേഴ്സായിരുന്നു, വിദേശത്തേക്ക് പോയി. ഇനി കുട്ടികളെ ഞാൻ നോക്കേണ്ടി വരുമല്ലോ, അതെനിക്ക് ഒരു കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് പുള്ളി വന്നു. അപ്പം എനിക്ക് ഇവരെ വേണ്ട വിധത്തിൽ നോക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു
വിഷയമാണ് പുള്ളിക്കുണ്ടായത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ആ പ്രശ്നം മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺഫ്ലിക്റ്റിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ അത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ഇതാണ്. ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് ഷോൾഡറിനാണ് പ്രശ്നമെങ്കിൽ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളുക, മദർ ചൈൽഡ് അല്ലെങ്കിൽ രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം അവരുടെ ഒരു പ്രോബ്ലമായിട്ട് വ്യക്തിക്ക് അനുഭവപ്പെട്ടപ്പോഴാണ് അത് വരുന്നത്. റൈറ്റ് സൈഡ് ആണെങ്കിൽ ജോലി സ്ഥലത്തിന്റെ ഭാഗമായിക്കൊണ്ട് വരും, അതുപോലെ തന്നെ പാർട്ട്ണറുടെ ഭാഗമായിക്കൊണ്ട് വരും. എൽബോയ്ക്ക് വരുന്നത് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ പറ്റാതിരിക്കുക, അതല്ലെങ്കിൽ നമുക്ക് പറയുക അൺഎബിൾ ടു ഹോൾഡ് എ ലൗഡ് വൺ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ചേർത്ത് നിർത്താൻ പറ്റാതാവുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു കായിക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വർക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് ഐറ്റം ചെയ്യാൻ പറ്റാതിരിക്കുക, ഇഷ്ടപ്പെട്ട സ്പോർട്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുക. പലപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഫേമസ് ആയിട്ടുള്ള സച്ചിൻ തെണ്ടുൽക്കറിന് റൈറ്റ് എൽബോ ടെന്നീസ് എൽബോ എന്നൊരു കണ്ടീഷൻ ഉണ്ടായത് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകും. പല ആൾക്കാർക്കും ടെന്നീസ് എൽബോ എന്നൊരു കണ്ടീഷൻസ് വരുന്നത് അവരുടെ ചില ജോലികളുടെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻസിന്റെ ഭാഗമായിക്കൊണ്ടോ. അപ്പൊ ടെന്നീസ് കളിക്കാരിൽ ടെന്നീസ് കളിക്കുക എന്ന ഒരു വിഷയമാണുള്ളത്. അതുപോലെ തന്നെ ഹാൻഡ് ആൻഡ് ഫിംഗേഴ്സ്, കൈകളുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഡെസ്റ്റിനിറ്റി കോൺഫ്ലിക്റ്റ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാകുക. അപ്പൊ ഞാനത് പെട്ടെന്ന് ഓർക്കുന്ന ഒരു കേസ് കൂടിയുണ്ട്. ഒരിക്കലും ഒരു ടീച്ചർക്ക് സീനിയർ ആയിട്ടുള്ള ടീച്ചറാണ്, ഇനി 3-4 വർഷവും കൂടിയുള്ളൂ റിട്ടയർ ചെയ്യാൻ. പക്ഷെ അവർ ടീച്ചറായിട്ടിരുന്ന സ്കൂളിൽ പെട്ടെന്ന് തന്നെ ഹെഡ് മാസ്റ്ററുടെ പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോവുകയും മറ്റുള്ള ആൾക്കാരാർക്കും ആ പോസ്റ്റ് ഏറ്റെടുക്കുന്നതിന് ഇല്ലാതെ വരുമ്പോൾ സീനിയർ ആയിട്ടുള്ള ഇവർക്ക് ആ പോസ്റ്റ് എടുക്കുന്നതിന് ഒരു നിർബന്ധം ഉണ്ടായി. അവർ ആ പോസ്റ്റ് ഏറ്റെടുക്കാൻ നിർബന്ധിതയായി തീർന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ആ ഒരു ജോലി ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ഫിയർ ഓഫ് ഹൈ പ്ലേസ്, ആ ഉയർന്ന പദവിയിലേക്ക് പോകുന്നതിന് ഒരു മടിയുണ്ടായിരുന്നപ്പോൾ അവരുടെ റൈറ്റ് ഹാൻഡിന് വിരലുകൾക്കും എല്ലാം പെരുവിരലിനും ചൂണ്ടാണി വിരലിനും പിന്നെ ഈ റിസ്റ്റിന് എടുത്തിട്ടെല്ലാം നീര് വെക്കുകയും വേദന എടുക്കുകയും ഒക്കെ ചെയ്തു. 1-2 ദിവസം പല മരുന്നുകൾ കഴിച്ചു, 1-2 ഡോക്ടർമാരെയൊക്കെ കണ്ടെങ്കിലും ശരിയായില്ല. അതിനുശേഷം ഈ കേസ് ഹോമിയോപ്പതിയിൽ നമ്മുടെ അടുത്തെത്തിയപ്പോൾ അപ്പൊ ഞാൻ ഈ കാര്യം സംസാരിച്ചു, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരത് ഒഴിവാക്കാനിരിക്കുകയാണ്. എങ്ങനെയാ ഒഴിവാക്കുന്നത്? അവർക്ക് ഒഴിവാക്കാനും പറ്റില്ല, ലീവ് എടുക്കാനും പറ്റിയില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവർ നീണ്ട ലീവ് അവധിയിലേലും പോയേനെ. പക്ഷെ ലീവ് എടുക്കാനും പറ്റിയില്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ. അവർക്ക് ആ ഒരു ഭയമായിരുന്നു, ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നൊരു ഭയം. അതിൽ നിന്നും ആണ് ആ ഒരു പ്രോബ്ലം ഉണ്ടായത്. പക്ഷെ അത് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നതാണ്, എല്ലാവരെ കൊണ്ട് പറ്റുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരതിൽ നിന്നും വിമുക്തയാകുകയും വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുകയും ചെയ്തു. അതാണ് നമ്മൾ കൈയുടെ. അടുത്ത പെൽവിസിലെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പ്യൂബിക് ബോണിന്റെ കേസ് പോലെ തന്നെയാണ് പെൽവിസിന് സെക്ഷൽ വിഷയങ്ങൾ, ഇൻഫെർട്ടിലിറ്റി ഒക്കെയാണ് വരുന്നത്. ഇനി ഫെമറൽ നെക്ക് വരുന്നത് ഫീമറിന്റെ അതിന്റെ കോൺഫ്ലിക്റ്റ് പറയുകയാണെങ്കിൽ അൺഎബിൾ ടു എൻഡ്യൂർ ഓർ ഹാൻഡിൽ സംതിങ്, ചില പ്രത്യേക കാര്യങ്ങൾ, അതായത് ചില എൻഡ്യൂറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷണം എന്നുള്ള വാക്കിനർത്ഥം എന്ന് വെച്ചാൽ വളരെ വിഷമകരമായ ചില കണ്ടീഷൻസിൽ കൂടി കടന്നു പോവുക. എനിക്കിത് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുക. ഈ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ ഫെമറൽ നെക്കിന് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അത് ഒരു പ്രത്യേക ജോലി, ഒരു പ്രത്യേക കാര്യം ശരിയായി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ഈ ഫെമറൽ നെക്കിന് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഇസ്കിയൽ ബോണിനും നമുക്ക് കൃത്യമായ ഒരു കോൺഫ്ലിക്റ്റ് പറയുന്നത് അൺഎബിൾ ടു ഹാവ് പൊസസ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വേണം, പക്ഷെ എനിക്കത് ഏറ്റെടുക്കണം എന്ന് വെച്ചാൽ എനിക്ക് ആ സീറ്റ് വേണം, പൊസസ്, അത് കരസ്ഥമാക്കുക. ആ കരസ്ഥമാക്കൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിച്ചു കിട്ടാതിരിക്കുക. അതിന് വരുന്നു കഴിയുമ്പോൾ ഇസ്കിയൽ ബോണിനാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. മുട്ടിനാണ്, കാൽമുട്ട്, നീ, സെൽഫ് ഡീവാലുവേഷൻ, ഫിസിക്കൽ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും ഫുട്ബോൾ കളിക്കാര്, അതല്ലെങ്കിൽ ഓട്ടം, ചാട്ടം, ഇങ്ങനെയുള്ള കേസുകളിൽ
ഈ പ്രശ്നങ്ങളിലെല്ലാം നീക്കാണ് വരുന്നത് കാലിൻ്റെ മുട്ടിന്. ഇനി ആംഗിൾ ആണെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അല്ലെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു നോട്ട് ബീങ് ഏബിൾ ടു വാക്ക് ഓർ നോട്ട് ബീങ് ഏബിൾ ടു ഡു ബാലൻസ്ഡ് തിങ്, കൃത്യമായിട്ട് ആ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതാകുമ്പോഴാണ് നീക്ക് ഉണ്ടാകുക. പക്ഷെ ഇവിടെ എല്ലാം വരുന്ന ഓസ്റ്റിയോലൈസിസ് അഥവാ ബോണിനുണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ബോണിന്റെ മുകളിൽ പെരിയോസ്റ്റിയം എന്നൊരു സംഭവം കൂടിയുണ്ട്. ഈ പെരിയോസ്റ്റിയത്തിന് വരുന്ന കാര്യങ്ങൾ ഇതല്ല, മറിച്ച് അത് നമ്മൾ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ടുണ്ട്. ഇതിനെ തിരിച്ചറിയുന്നതിന് നമുക്ക് മാർഗമുണ്ട്. സെപ്പറേഷൻ കോൺഫ്ലിക്റ്റിൽ എപ്പോഴും പെയിൻ വളരെ കൂടുതലാണ്. ഇവിടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ പെയിൻ കുറവാണ്, ഹീലിംഗ് ഫേസിലാണ് നമുക്ക് പെയിൻ ഉണ്ടാകുക. അത് വഴിയായിട്ട് നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുമ്പോൾ ഇത് ഏത് വാക്കാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്ന് നോക്കുമ്പം പലപ്പോഴും നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസിഡന്റിനെ, ആ വാക്കിനെ, അല്ലെങ്കിൽ ഒരു 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ആ ഇൻസിഡന്റിനെ അതിൽ മാത്രം കാണാതെ അതിനകത്ത് തന്നെ വ്യത്യസ്ത അർത്ഥതലങ്ങളുണ്ട്. ഇപ്പൊ നമുക്കിപ്പോൾ ഒരു സംഭവങ്ങളുണ്ടായി, ഒരു സംഭവത്തിനകത്ത് തന്നെ ഒരു ഫാക്ച്വൽ യഥാർത്ഥ കാര്യമുണ്ട്. ആ കാര്യത്തിന് തന്നെ ചിലപ്പോൾ ഒരു നിയമപ്രശ്നം ഉണ്ടാകാം. ആ കാര്യത്തിന് തന്നെ ചിലപ്പം ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും, ഒരു രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടാകും, അതല്ലെങ്കിൽ തന്നെ പലപ്പോൾ ഒരു മതപരമായ ഒരു വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രശ്നത്തിൽ തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു വീട്ടിൽ 10 മക്കളുള്ള ഒരമ്മ, ഒരു 55 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് 10 മക്കളുള്ള ഒരമ്മ അല്ലെങ്കിൽ അച്ഛൻ, അത് കഴിയുക എന്തെങ്കിലും കാരണവശാൽ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടെന്ന് കരുതുക. രോഗമൂലമോ അതല്ലെങ്കിൽ ആക്സിഡന്റ് മൂലമോ ആണ് മരണപ്പെട്ടതെന്ന് കരുതുക, അല്ലെങ്കിൽ അവർക്ക് ആ ആൾ പോയി. അപ്പോൾ അവിടെ ഒരു പ്രൊഫൗണ്ട് ലോസ് വന്നു. പക്ഷേ ഈ 10 മക്കളെ ഇത് ബാധിക്കുന്നത് 10 എല്ലാവർക്കും ഒരു മരണം സംഭവിച്ചത് അമ്മയ്ക്കാണെങ്കിലും ഹസ്ബൻഡിനെ ബാധിച്ചത് ഒരു രീതിയിലായിരിക്കും. ചിലപ്പോൾ ആ വീട്ടില് ഇവരാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിന് ഒരു സപ്പോർട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതെല്ലാം നടക്കുന്നതാണ്. അതല്ല, അതൊരു സെക്ഷൽ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് അവർക്ക് ആ രീതിയിലുള്ള ഒരു പ്രശ്നമായിരിക്കും അയാൾക്ക് ഉണ്ടാകുമ്പോൾ. ഇനി മക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, മക്കള് എങ്ങനെയാണ് ഈ അമ്മ മക്കളോട് പെരുമാറിയിരുന്നത്, അല്ലെങ്കിൽ അമ്മയെ മക്കൾ ഏത് രീതിയിലാണ് കണ്ടിരുന്നത്, അതനുസരിച്ചിട്ടായിരിക്കാം അവർക്ക് പ്രശ്നമുണ്ടാകുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ലോസ് ആകാം. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫൗണ്ട് ലോസ് ആയിട്ടാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയിൽ ചിലപ്പോൾ ലെഫ്റ്റ് ഓവറിയിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ആവുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോഴാണ് ലെഫ്റ്റ് ഓവേറിയൻ സിസ്റ്റ് എന്നുള്ള കണ്ടെത്തലായിരിക്കാൻ വരുന്നത്. വേറൊരാൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി, മറ്റൊരാൾക്ക് ചിലപ്പം സപ്പോർട്ട് നഷ്ടപ്പെട്ടു, അതല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നയാളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പെടലിക്കായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഏത് പ്രോബ്ലമാണ്, അപ്പോൾ അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മരണമാണ്. പക്ഷേ ഇത് ബാധിച്ചത് ഓരോരുത്തർക്കും ഓരോ രീതികളിലാണ്. അപ്പോൾ ഈ സെൽഫ് ഡിവാലുവേഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ബോണിൻ്റെ ആണെങ്കിലും ഈ ബോണിനോടൊപ്പമുള്ള മസിൽസിലും ടെൻഡൻസിലും എല്ലാം ഇതേ വിഷയങ്ങൾ തന്നെ നമുക്കുണ്ടാകാം. ഇപ്പം ഞാനൊരു കേസ് ഓർക്കുകയാണ്. ഒരു 50-55 വയസ്സുള്ള ഒരു ലേഡി, അവര് കഴിഞ്ഞ 8-10 വർഷമായി, 15 വർഷത്തിലധികമായിട്ട് സ്ഥിരമായിട്ട് രോഗിയാണ്. സ്ഥിരമായിട്ട് രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങൾ. അവർക്ക് ഓവേറിയൻ സിസ്റ്റ് ഉണ്ട്, ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട്, ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, റൈറ്റ് സൈഡ് കംപ്ലീറ്റ് വീക്ക്നെസ് ഓഫ് റൈറ്റ് സൈഡ്, ശരീരത്തിന് തന്നെ മൊത്തം വേദനകൾ, ഒരു സൈഡിൽ റൈറ്റ് സൈഡിൽ പരോട്ടിഡ് ട്യൂമർ പോലെ ഒരു വീക്കമുണ്ട്, അവിടെ ഒരു ഡിസ്കളറേഷൻ ഉണ്ട്. അപ്പോൾ ഇവർ പല ചികിത്സകളും നടത്തി.
അതിലേറ്റവും പ്രധാനമായിട്ട് ഒരു ഹോമിയോപ്പതിയാണ് ചെയ്തിരുന്നത്. ആയുർവേദം കുറച്ച് കാലം ചെയ്തിരുന്നു. അതിനുശേഷം കൂടുതൽ കാലം ഹോമിയോപ്പതി ചികിത്സയാണ് എടുത്തത്. അതിൽ തന്നെ പല ഡോക്ടർമാരെ കണ്ടു. ലാസ്റ്റ് അവർ കടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ കോട്ടയത്ത് റിസർച്ചിൽ നിന്നാണ്. അപ്പൊ ഇവരുടെ രോഗങ്ങളെല്ലാം ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്ക്രിപ്റ്റ് തന്നെ രോഗി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറി. അപ്പം പൂർണ്ണമായിട്ട് അവർക്ക് മസിൽസിനില്ല വേദനയാണ്, ബോണിന് വേദനയാണ്, ജോയിന്റ് പെയിൻ ആണ്, ഒരു സുഖമില്ല, എപ്പോഴും അസുഖങ്ങൾ. അപ്പൊ ഇവരുടെ ഒരു പ്രശ്നത്തില് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവർ പറഞ്ഞത് ഹൈപ്പോതൈറോയിഡിസവും ഫൈബ്രോയിഡ് യൂട്രസും ഒവേറിയൻ സിസ്റ്റുമാണ്. അപ്പം മെനപ്പോസിൽ കഴിഞ്ഞിട്ടും ഇവരുടെ ഫൈബ്രോയിഡ് യൂട്രസ് മാറിയിട്ടില്ല, ചുങ്ങിയിട്ടില്ല. അപ്പൊ അത് ക്യാൻസർ ആകുമോ ഇല്ലയോ എന്നുള്ള ഭയം വേറെ ഒന്നുണ്ടത്. അപ്പോൾ ഇതേ വിഷയങ്ങൾ വന്നപ്പോൾ അവരെ കുറച്ച് സമയം സംസാരിച്ച് ഞാൻ അവരോട് ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട് അടുത്തൊരു 10-20 കിലോമീറ്റർ ദൂരയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഹൈ റേഞ്ചുകാരായിരുന്നു. അവരവിടെ നിന്നും മക്കളുടെ വിദ്യാഭ്യാസം കൂടുതൽ കിട്ടുന്നതിനായിട്ട് അവർ നാട്ടിലേക്ക്, അവരുടെ സ്ഥലം ഹൈ റേഞ്ചിൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയിൽ നിന്നും അവരുടെ സ്ഥലം അവരവിടെ ഇട്ടേച്ച് ഇവർ നാട്ടിൻ പുറത്തേക്ക് മക്കൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്നതിനായിട്ട് വാടകയ്ക്ക് വന്ന് താമസിച്ചു. അപ്പോൾ ഹസ്ബൻഡിനൊരു ചെറിയ കടയിൽ ഒരു ജോലിയും ഇവരും മറ്റു ചെറിയ ജോലികളൊക്കെ ചെയ്തു. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മക്കളുടെ വിദ്യാഭ്യാസമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവര് സ്വന്തം വീട്ടിൽ നിന്നും അവർക്ക് പോരേണ്ടി വന്നു എന്നുള്ള ഒരു പ്രശ്നം. അതേസമയം ഇവര് ആഴ്ചയിൽ 1-2 ദിവസം ഈ സ്ത്രീ ഇവിടെ നിന്നും 2-3 മണിക്കൂർ അതിരാവിലെ പോയി ബസ് കയറി 2-3 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പോയി അവരുടെ പറമ്പിൽ ജോലി ചെയ്തതിന് ശേഷം അന്ന് തന്നെ തിരിച്ചു വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് 2 ദിവസം ജോലി ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ അവർ വളരെ എന്താ പറയണ്ടേ, ഹാർഡ് വർക്കിംഗ് നടത്തി. ഇപ്പോൾ അവർക്ക് ഇത്രയും വയസ്സായി, മക്കളെല്ലാം ഉയർന്ന നിലയിലായി, 2 പേരും എഞ്ചിനീയർമാരായി, വിവാഹിതരായി. ഇപ്പോൾ അവരിവിടെ വീടൊക്കെ എടുത്തു. അവരുടെ പഴയ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. കാട് പിടിച്ചെന്നൊക്കെ പറഞ്ഞ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു. പക്ഷെ അവരിതിനിടയിൽ 10-15 വർഷത്തിനിടയിൽ സെൽഫ് ഡീവാലുവേറ്റഡ് ആയി. എനിക്കിങ്ങനെ ഒരു കഷ്ടപ്പാടായല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടായല്ലോ, അതിൽ ഈ രോഗങ്ങളെല്ലാം എല്ലാം ബാധിച്ചു. ഞാൻ അവരോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ അവരെന്താണോ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവർ നടത്തി. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി, ഇവിടെ പുതിയൊരു സ്ഥലത്തൊരു വീട് വെച്ചു, പറമ്പുണ്ടായി, എല്ലാം. അവർ വിജയിച്ചു എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അതല്ലെങ്കിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പിന്നെ കഷ്ടപ്പാടാണെന്നുള്ള ഒരു വർത്തമാനമാണ്. അപ്പം നമ്മൾ പല ആൾക്കാരും പറയുന്ന, പ്രത്യേകിച്ചും സ്ത്രീകൾ പറയുന്ന ഒരു വാക്കാണ്, എന്നും കഷ്ടപ്പാടാണ്. യഥാർത്ഥത്തിൽ കഷ്ടപ്പാട് എന്താണ് എന്ന് നമ്മൾ അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ജോലി ചെയ്തു കഴിഞ്ഞാൽ കൂലിയുണ്ട്, ജോലി ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്, വീടുണ്ട്. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലല്ലോ. നമുക്ക് അടിമ ജോലി ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിന് യാതൊരു പ്രതിഫലവും തിരിച്ചു കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് കഷ്ടപ്പാടെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴാണല്ലോ കൂടുതൽ. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാക്കാണ് ഈ കഷ്ടപ്പാടാണ്. അപ്പൊ എല്ലാവരും കഷ്ടപ്പാടാണ്, എൻ്റെ വിധി ഇങ്ങനെ ആയല്ലോ, ഇതെല്ലാം ഡീവാലുവേഷൻസ് ഇടയാവും. ഞാൻ അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞില്ല, ഇത്രയും ഡോക്ടർമാർ പല തരത്തിലുള്ള ഡയഗ്നോസിസ് ഒക്കെ നടത്തിയിട്ട് അവരെല്ലാം തെറ്റാണെന്ന് പറയുന്നത് അവർ എന്നോട് യോജിച്ചില്ല. പക്ഷെ എന്നാലും പറഞ്ഞതിനകത്തൊക്കെ കുറച്ച് കാര്യമുണ്ടല്ലോ എന്ന് കരുതി അവർ പോയി. 15 ദിവസം കഴിഞ്ഞ് വന്നപ്പം ഒരുവിധം കാര്യത്തിനെല്ലാം നല്ല വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ നമ്മൾ അവരുടെ ഡീവാല്യുവേഷൻ മാറ്റി, അവർ ഒരു വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ആശയം അവരിലേക്ക് നൽകിയപ്പോൾ ശരിക്കും 2 മാസങ്ങൾ കൊണ്ട് വർഷങ്ങളായിട്ട് വിഷമിച്ച് നടന്ന അവരുടെ എല്ലാ രോഗങ്ങളും, എല്ലാ പ്രശ്നങ്ങളും അവർക്ക് 6 മാസം ആയില്ല. അതുകൊണ്ട് ഞാൻ അൾട്രാസൗണ്ട് ചെയ്തില്ല. അൾട്രാസൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഫൈബ്രോയിഡിന്റെ കാര്യം അറിയത്തുള്ളൂ. അവരുടെ TSH ലെവൽ കുറഞ്ഞു, അവരുടെ മറ്റു സിസ്റ്റ് കുറഞ്ഞു, പരോട്ടിസിസ്റ്റ് മാറി, വേദന മാറി, വീക്ക്നെസ് മാറി, എല്ലാ സംഭവങ്ങളും മാറി.
പക്ഷെ യഥാർത്ഥത്തിൽ ഒരു മെഡിസിൻസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പലപ്പോഴും ഇതിനു മുമ്പ് പോയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ നല്ല ഡോക്ടേഴ്സാണ്. അവരെല്ലാം വളരെ നല്ല പ്രിസ്ക്രിപ്ഷൻസ് നടത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതിയിലെ ഏറ്റവും നല്ല ഡോക്ടർമാരെയാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ അവരുടെ പ്രിസ്ക്രിപ്ഷൻസിന്റെ തകരാറായിരുന്നില്ല, മറിച്ച് അവർ നമ്മൾ പറയുന്ന ആ മെയിൻറ്റെയിനിങ് കോഴ്സ്, അതല്ലെങ്കിൽ അവർ ഈ സ്ക്രിപ്റ്റിൽ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ മാറ്റുന്നത്. ഹോമിയോപ്പതി മെഡിസിനോടൊപ്പം തന്നെ നമ്മൾ ഇത് നൽകുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ എനിക്കൊരു വേറൊരു കേസ് കൂടെ പറയാനുള്ള, ശരിക്കും കണ്ണൂരാണ് അവരുടെ വീട്. കണ്ണൂർ ആലക്കോട് ഒന്നാണ് അവരുടെ. നട്ടല് കംപ്ലീറ്റ് അവർ പറയുന്നത് MRI എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇൻഡന്റേഷൻ ഉണ്ട്, ഇവിടെ ഇൻഡന്റേഷൻ ഉണ്ട്, അവിടെ പ്രൊലാപ്സ് ഉണ്ട്, നാരോയിങ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല, ബുദ്ധിമുട്ടാണ്, എന്തെല്ലാമൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവർ ഒരു ബെഡ്രിഡനായി പോകും, ഒരു സർജറി പോലും ചെയ്യാൻ മേലാത്ത രീതിയിൽ പോകുമെന്ന് കരുതി. അപ്പോൾ ആ കേസിൽ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു വീട്ടിലേക്ക് വിവാഹിതയായി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 50 വയസ്സോളമായി. ആ വീട്ടിലെ മൂത്ത പുത്രന്റെ ഭാര്യയായിട്ടാണ് അവരവിടെ എത്തിയത്. ഇവരെ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയും ആദരവോടുകൂടിയാണ് കണ്ടിരുന്നെങ്കിലും സ്വയം ഇവരെ കരുതിയിരുന്നത് ആ വീട്ടിലെ വേലക്കാരി എന്നുള്ള രീതിയിലാണ്. യഥാർത്ഥത്തിൽ ആ വീട്ടിലെ റാണിയായിരുന്നു അല്ലെങ്കിൽ രാജ്ഞിയായിരുന്ന വ്യക്തിയെ ഇവരെ പറ്റി കരുതിയിരുന്നത് ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ്. അവളൊരു വേലക്കാരിയായിട്ടാണ്. അപ്പം വന്ന കാലഘട്ടത്തിൽ കുറച്ച് ഇൻലോസ് പ്രശ്നങ്ങൾ, മദർ ഇൻ ലോയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം ഇവരവരുമായിട്ട് വളരെ കൂടിച്ചേർന്നെങ്കിലും ഇവരുടെ മൈൻഡിൽ നിന്ന് ഇവരുടെ ആ ഒരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ മറ്റ് ഭർത്താവിന് 5-6 ഇളയത്തുങ്ങൾ കുട്ടികൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങൾ നോക്കാൻ എന്നെ കൊണ്ട് സാധ്യമാണോ? ഈ ഒരു വിഷയത്തിന്റെ ഫലമായിക്കൊണ്ടാണ് അവര് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന് എന്ത് മെഡിസിൻ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കൊടുത്തത് ജിൻസങ് ആണ് മെഡിസിനായിട്ട് കൊടുത്തത്. ജിൻസങ്ങും പിന്നെ ഒരു സ്റ്റഫിസാഗ്രിയ, അങ്ങനെ ഒരു മെഡിസിൻസും കൂടിയായിരുന്നു. പക്ഷെ അതിലും ഉപരിയായിട്ട് നിങ്ങളാണ് ആ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ സ്വയം ആ രീതിയിൽ പെരുമാറൂ, നിങ്ങൾ ആ രീതിയിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുകയും അവർ ആ രീതിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തപ്പോൾ ആ ഒരു പ്രോബ്ലം ഒരു 3 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. ഒരു അത്ഭുതകരമായിട്ട് തന്നെ മാറിയ ഒരു കേസ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫൈബ്രോമയാൾജിയ ഇപ്പോൾ ഉള്ള വേറൊരു വിഷയമാണ്. ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന വ്യക്തികൾക്കൊക്കെ മസ്കുലർ പെയിൻ ആണ്. ശരിക്കും മസ്കുലർ പെയിൻ നമുക്ക് പലപ്പോഴും ഒരു ചികിത്സയ്ക്ക് വഴങ്ങുന്നതല്ല. അവരുടെ സെൽഫ് ഡീവാലുവേഷൻ എന്ന ഒരു പ്രോബ്ലത്തിനെ കുറച്ചെങ്കിൽ മാത്രമേ ഫൈബ്രോമയാൾജിയ വ്യത്യാസം വരൂ. അതിനെ പലപ്പോഴും ഒരു മെഡിസിൻ കണ്ടെത്തുന്നതിനും അതല്ലെങ്കിൽ ഒരു സിഫിലിറ്റിക് മെഡിസിൻസ് കണ്ടെത്തി അതിനെ കണ്ടെത്തുന്നതിന് അത്ര എളുപ്പമൊന്നുമല്ല. പലപ്പോഴും ഒരു സെമിനിമം നമ്മൾ അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല ഫൈബ്രോമയാൾജിയക്ക്. പക്ഷെ ഫൈബ്രോമയാൾജിയെ അവരുടെ സെൽഫ് ഡീവാലുവേഷനെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രോമയാൾജിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാൻ നമുക്ക് കഴിയും. എനിക്കൊരു കുറേ കേസുകളിൽ ഫൈബ്രോമയാൾജിയായി പൂർണ്ണമായ റിസൾട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി, ഇതിൻ്റെ ഈ ഡീവാലുവേഷൻ എന്ന വാക്ക്, അതിനെ നമ്മൾ തീർച്ചയായിട്ടും അത് ചെറിയൊരു വാക്കല്ല, വളരെ വലിയ ഒരു ആശയമാണ് ഇതുവരെയുള്ളത്. അതിൻ്റെ അർത്ഥങ്ങൾ തിരിച്ചറിയണം. ഇപ്പം നമുക്ക് പലപ്പോഴും കുട്ടികളിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ ഒക്കെ ഒരു അധ്യാപകന്, അതല്ലെങ്കിൽ ഒരു കോച്ച്, അതല്ലെങ്കിൽ മറ്റ് മുതിർന്നവർ അവരോട് പറയുകയാണ് നിന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെ നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഇവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കും. പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകും. ഈ തിരിച്ചറിയപ്പെടാതെ പോയി കഴിയുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ടുകളോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇവയാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ, അതല്ലെങ്കിൽ സൈക്കിലും ബ്രെയിനിലും ഓർഗനിലും നിലനിൽക്കുകയും പിന്നെ വേറൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ
രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞിരുന്ന പോലെ മെഡുല കോൺസ്റ്റലേഷൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈ മെഡുല കോൺസ്റ്റലേഷൻ എന്ന് പറയുന്ന വാക്ക് അത് പലപ്പോഴും ഇവിടെ സെൽഫ് ഡീവാലുവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാത്ത അപകർഷതാബോധമുള്ള വ്യക്തികൾ സെൽഫ് ഡീവാലുവേഷൻ വരുമ്പോൾ രണ്ടാമതൊരു സെൽഫ് ഡീവാലുവേഷനും കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് നേരെ തിരിയും. അവര് എന്താ പറയുന്നത്, ഒരു മെഗലോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായി മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽഷൻസ് ടു ഡ്രോൺ അറ്റൻഷൻ ഓഫ് വൺസെൽഫ്. നമ്മൾ സ്വയം മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് പിന്നെ അവരിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. നിർബന്ധമായിട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ആ രീതിയിലേക്ക് മാറാം. ഓവർ ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം, അതായത് സ്വയം ഒരു അഹങ്കാരത്തിൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സെൽഫ് ഡീവാലുവേറ്റഡ് ആണ്, ആത്മവിശ്വാസം ഇല്ലാത്തവരാണ്. പക്ഷെ രണ്ടെണ്ണം അങ്ങനെ വന്നപ്പോഴത്തേനും അത് മാറി അവർ ഓവർ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ ഓവർ കോൺഫിഡൻറ്റ്, അരഗൻറ്റ്, പോംബസ്, ഓവർ പ്രറ്റൻഷൻസ്, ഷോ ഓഫ്, ഈ വാക്കുകൾ ഇതെല്ലാം ശരിക്കും ഹോമിയോപ്പതിയിലെ റൂബ്രിക്കുകളാണ്. അപ്പോൾ ബ്രാഗറ്റ്, ബോസ്റ്റർ, നോ ഇറ്റ് ഓൾ, എനിക്കെല്ലാം അറിയാം. ശരിക്കും ഓർത്ത് നോക്കിയ ബോസ്റ്റർ. അപ്പം നമ്മൾ ഇതെല്ലാം സൈക്കോട്ടിക് റൂബ്രിക്കുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കോട്ടിക് റൂബ്രിക്കുകളെ ഒന്നും തിരഞ്ഞെടുക്കാൻ പാടില്ല. മറിച്ച് സൈക്കോട്ടിക് പ്രസന്റേഷൻ വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ഉള്ളത്